ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ദൂസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റൂം ക്ലീനിങ് പ്ലസ് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. റൂം നല്ല മെസ്സായി കിടക്കുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കാണാം. ഇത് ഞങ്ങൾ അയൺ ചെയ്യാനൊക്കെ എടുക്കുന്ന ഒരു ടേബിളാണ് കേട്ടോ. അതേ ഭയങ്കര മെസ്സാണ്. അടുത്ത ടേബിളും ഭയങ്കര മെസ്സാണ്. അപ്പം ഇതെന്തായാലും ഒതുക്കി പെറുക്കി എത്ര ഒതുക്കിയാലും ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. ഇത് പാതിയിട്ടൊന്നും അല്ല ഈ ഒതുക്കുന്നത്. ആദ്യം ഞാൻ കട്ടിലൊക്കെ നനയ്ക്കാനിട്ടുന്ന തുണിയെല്ലാം വാരിക്കൂട്ടി ഒതുക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇട്ടിട്ട് വൺ ടൈം യൂസ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന തുണി കംപ്ലീറ്റ് കട്ടിലോട്ട് എടുത്ത് മെസ്സാക്കിയിട്ടേക്കായിരുന്നു. അപ്പോൾ പിന്നെ അതെല്ലാം ഒരു ഹാങ്ങറിലാക്കി അടുക്കി പെറുക്കി. പക്ഷേ ഇത് എവിടെ തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. അപ്പൂൻ്റെ തുണിയൊക്കെ മടക്കിയിട്ട് അലമാരയ്ക്കകത്ത് വെക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവനിതേ ഇതുപോലെ കൊണ്ടങ്ങ് ടേബിളിൽ പുറത്തങ്ങ് വെക്കും. അപ്പോൾ പിന്നെ ഞാനത് പിന്നെയും അത് മടക്കി ഒതുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനിടയ്ക്ക് അമ്മമ്മ ചായ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ചായ ഇടുന്ന ഡ്യൂട്ടി ഈവനിങ് എനിക്കാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി പാലെന്തായാലും സിമ്മിലാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വന്നിട്ട് ബാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വാവ ഉറങ്ങുകയാണ്. വാവ ഉറങ്ങിയപ്പോൾ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് ആണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഇനി ഒരാൾ ഏറ്റെടുത്താൽ മാത്രമേ നമുക്കിതുപോലെ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പാലെടുപ്പത്ത് വെച്ച് സിമ്മിലാക്കിയിട്ട് ബാക്കി പോയി അടുക്കാൻ പോവാണ് കേട്ടോ. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു ആകെ കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ആദ്യം അപ്പൂൻ്റെ തുണിയെല്ലാം അടുക്കി വെച്ചു. പിന്നെ നോക്കുമ്പോൾ ബാഗ് എന്തില്ല ചപ്പ് ചവറെല്ലാം ആ ടേബിളിൻ്റെ പുറത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പതിയെ ഒരറ്റത്തുനിന്ന് കവർ ഒരു സെക്ഷൻ അങ്ങനെയൊക്കെ മാറ്റി തുടങ്ങി. എനിക്ക് ക്ലീനിങ് വ്ളോഗൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ ബാക്കിയുള്ളവരുടെ. എനിക്കത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. ചിലപ്പോൾ ഞാൻ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ മറ്റുള്ളവരുടെ ഈ ക്ലീനിങ് വ്ളോഗൊക്കെ കാണുമ്പോൾ എനിക്കും അങ്ങനെ എന്താണ് അടുക്കും ചിട്ടയിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഓരോന്നായിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ എല്ലാവരുടെ സാധനങ്ങളും ഉണ്ട് കേട്ടോ എൻ്റെ പുറത്ത്. ശരിക്കും വാവയുടെ സാധനങ്ങളും പിന്നെ എൻ്റെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് അങ്ങനെ വെക്കാനാണ് ആ ടേബിൾ. കുറച്ച് ബുക്സ് അങ്ങനെയൊക്കെ അടുക്കി വെക്കുന്നത്. അങ്ങനെയാണ് ഞാനത് ഓർഗനൈസ് ചെയ്തിരുന്നത്. പക്ഷേ അതെപ്പോഴോ എങ്ങനെയൊക്കെയോ മെസ്സായി. ഇത് കണ്ടോ, ഇതെനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയാണ് കേട്ടോ. ഡെലിവറി കഴിഞ്ഞ് ലേബർ റൂമിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യും മുമ്പ് എടുത്ത ഫോട്ടോ ആണ്. അതിനകത്ത് വാവയുടെ ഫുട് പ്രിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു ബേബി കലണ്ടർ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് ഫോട്ടോ ആണ് എൻ്റെയും വാവയുടെയും. അപ്പം അത് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. അപ്പം ഞാനതങ്ങനെ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും പാല് തിളച്ചു കേട്ടോ. പിന്നെ ഓടിപ്പോയി ചായ ഇട്ടിട്ട് എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുറിച്ച് ചെയ്യാൻ പറ്റും. അതിനിടയ്ക്ക് വെച്ച് വാവ ഉണന്നു കേട്ടോ. വാവ ഉണന്നു. വാവയെ അപ്പോഴും ഇഞ്ഞപ്പെണ്ണും കൂടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം പെട്ടെന്ന് വൈകുന്നേരം ചായ ഇടുന്നത് അതിനകത്തൊന്നും കാണിക്കാനൊന്നും ഇല്ലെങ്കിലും അതൊരു ഈവനിങ് ബ്ലോഗായിട്ട് കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ചായയൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും അരിച്ച് ചായ കൊടുക്കണം. ഹസ്ബൻഡിന് അടിച്ച് ചായ മാറ്റി വെക്കണം. അമ്മൂമ്മയ്ക്ക് ഷുഗറില്ലാതെ, അപ്പൂട്ടിന് ഷുഗറിട്ട്, എനിക്ക് ഷുഗറില്ലാതെ, അങ്ങനെ അനിയത്തിക്ക് ഷുഗറിട്ട്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിക്ക് ചായ എല്ലാം ഓരോ ഗ്ലാസ് ഓരോരുത്തർക്കുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് അതിലിട്ടെല്ലാം കൊടുത്തു. എല്ലാവർക്കും ചായ കൊടുത്തു കഴിയുമ്പോഴാണ് കേട്ടോ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. എല്ലാവർക്കും ഓടിയിരുന്ന് ചായ കൊടുത്തു കഴിഞ്ഞാലേ ഞാനും ഒന്ന് ഫ്രീ ആവത്തുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഹസ്ബൻഡിനാണ് കേട്ടോ അടിച്ച് മാറ്റി വെക്കുന്നത്. അതിൻ്റെ ഓരോരുത്തർക്കുള്ളത് ഓരോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. മിക്കവാറും ഈ ചൂടോടെ കൊടുക്കുന്ന ചായ തണുത്ത് അങ്ങ് അറ്റമായാലും ചിലപ്പോൾ അപ്പൂട്ടം കുടിക്കത്തുള്ളൂ. അപ്പൂട്ടം ചൂടോടെ കുടിക്കത്തില്ല, എന്നാലും കൊണ്ട് കൊടുക്കും. തണുപ്പിച്ചാണ് ഞാൻ കൊടുക്കുന്നത്, പക്ഷേ കുടിക്കത്തില്ല. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം വന്ന് അറേഞ്ച് ചെയ്യാൻ ഏകദേശം ടേബിളൊന്ന് സെറ്റായിട്ടുണ്ട്. അതങ്ങനെ ഒതുങ്ങി കിടക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സമാധാനമുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത്രയും മെസ്സായി കളഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ക്ലീൻ ചെയ്തില്ലെന്ന്. ഇത് എനിക്ക് ഒരു 2-3 ഡേയ്സ് കൂടുമ്പോൾ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. ക്ലീൻ ചെയ്ത് നമ്മളൊരു പരുവാകും. കാരണം എന്നും ഈ ക്ലീനിങ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൂട്ടും പേനയുടെ റീഫിലെങ്ങാണ്ട് ഓപ്പണാക്കി ഇട്ടിട്ട് അങ്ങനെ ആകെ മെസ്സായതാണ് കേട്ടോ. അത് പോകുന്നേ ഇല്ല. പിന്നെ ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ബുക്സൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അടുത്ത ടേബിൾ ഈ അയൺ ചെയ്യുന്ന ടേബിളാണ് കേട്ടോ. അതും ആകെ മെസ്സാണ്. അതിൻ്റെ സൈഡിൽ അമ്മ അയൺ ചെയ്യാനുള്ള ഡ്രസ്സ് ഇങ്ങനെ സാരി ബ്ലൗസൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നുണ്ട്. പിന്നെ അപ്പൂട്ടിന് കിട്ടുന്ന എല്ലാ ചപ്പും ചവറും അതിൻ്റെ ടേബിളിൻ്റെ പുറത്ത് തന്നെ കാണും. ഞാൻ എൻ്റെ മെഡിസിനും വാവയ്ക്ക് കൊടുക്കുന്ന D3 ഒക്കെ ഞാൻ വെക്കുന്നത് ഈ ടേബിളിൽ തന്നെയാണ് കേട്ടോ. അപ്പം എഴുന്നേൽക്കുമ്പോഴേ കാണുമ്പോൾ ഓർത്തങ്ങ് കൊടുക്കും. ഇല്ലെങ്കിൽ എനിക്ക് നല്ല മറവിയുണ്ട്. ഇപ്പം ഞാനും കഴിക്കത്തില്ല ഫാരൻജൈറ്റിസിൻ്റെ ടാബ്ലറ്റ്സ്. അപ്പം അവൾക്കും കൊടുക്കില്ല. അതുകൊണ്ട് എല്ലാം ഈ ടേബിളിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ ഞാൻ ഒതുക്കി വെച്ചേക്കുന്നത്. പക്ഷേ അതിൻ്റെ മേപ്പോട്ട് സാധനങ്ങളൊക്കെ കൊണ്ടിരുന്ന അപ്പൂൻ്റെ പണിയാണ് കേട്ടോ. അങ്ങനെ സൈഡിലിരുന്ന എല്ലാം ഇതിന് അപ്പൂൻ്റെ എടുക്കാത്ത മുണ്ട് വരെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറേ കവറുണ്ട്. അപ്പൂൻ്റെ പഴയ കുപ്പികളുണ്ട്, മരുന്നൊക്കെ ഇട്ട് വെച്ചിരുന്ന കുപ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒതുക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കാണ് ചായ കുടിക്കുന്നതും ഒക്കെ. ഇന്ന് ഫുൾ ക്ലീനിങ്ങിനടുത്തത് പക്ക ക്ലീൻ ആക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടു കൂടി ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. അല്ലാതെ ഒരു രക്ഷയില്ല. കാരണം അയൺ ചെയ്യാൻ വരുമ്പം ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് രാവിലെ അയൺ ചെയ്യാൻ, അല്ലെങ്കിൽ അമ്മ രാവിലെ അയൺ ചെയ്യാൻ വരുമ്പോൾ ഭയങ്കര മെസ്സായി കിടക്കുമ്പോൾ ഇവർക്ക് അയൺ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് അയൺ ചെയ്യും. അപ്പോൾ ഈ ഒതുങ്ങിയ സ്ഥലത്ത് പിന്നെയും കൊണ്ടുവന്ന് അപ്പൂട്ടനെ എന്തെങ്കിലും വാരിയിടും. അപ്പൂൻ്റെ ബുക്സുണ്ട്, പെൻസിലുണ്ട്, സ്കെച്ച് പെൻസൊക്കെ തുറന്നിട്ടിട്ട് ഷീറ്റ് അതിന് പുറത്ത് വെച്ചിരുന്ന ഷീറ്റ് കംപ്ലീറ്റ് മെസ്സായി കേട്ടോ. ഫുള്ള് കളറാണ്. അപ്പോൾ ഞാൻ പുതിയൊരു ഷീറ്റ് എടുത്ത് വിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മയാണ് എന്നെ ഹെൽപ്പ് ചെയ്തതിനൊക്കെ. അപ്പോൾ എല്ലാം വിരിച്ചു, എല്ലാം സെറ്റാക്കി. അതിങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. ഇച്ചിരി എഫേർട്ട് എടുത്താലും ഇപ്പോഴൊക്കെ വാവ ഉണർന്നിരിക്കുകയാണ്. വാവ ഇഞ്ഞയുടെ കയ്യിലാണ്. എന്നാലും
ഫീഡ് ചെയ്തിട്ടാണ് ഏൽപ്പിച്ചത്. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ദേ അതും ഏകദേശം നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ. ടേബിൾ ക്ലീൻ ആയപ്പോൾ അപ്പോട്ടെ ഹോംവർക്ക് എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. ചുമ്മാതായിട്ട് ഇതൊരു ഷോ മാത്രമാണ് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നോട്ടിഫിക്കേഷൻസിന് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ ടാറ്റാ ബൈ ബൈ.